ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിൽ GNM ആൻഡ് ANMൻ്റെ 2025 ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത് 2 ദിവസം മുമ്പ് തന്നെ അവർ പബ്ലിഷ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഈ ഡേറ്റുകൾ പ്രകാരമായിരിക്കും നിങ്ങളുടെ അലോട്ട്മെൻറ്റുകളും റാങ്ക് ലിസ്റ്റ് പബ്ലിഷൊക്കെ ചെയ്യുന്നത്. ഇത് ഏകദേശ ഡേറ്റാണ്. ചിലപ്പോൾ ഇതിൽ ചേഞ്ച് വന്നേക്കാം, ഈ ഡേറ്റിലൊക്കെ ചേഞ്ച് വന്നേക്കാം. അപ്പോൾ അവരെന്ത് ചെയ്യും, ഒന്നും കൂടി അവരുടെ ടെൻറ്റേറ്റീവ് ഇതിൽ മാറ്റി വരികയാണെങ്കിൽ അവർ പിന്നെ റീഅപ്ലോഡ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ GNMൻ്റെയോ ഒക്കെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി 15-ാം തീയതി നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതിലുള്ള തെറ്റുകളൊക്കെ തിരുത്തി 15-ാം തീയതി ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള ടൈമാണ് 15-ാം തീയതി മുതൽ 16-ാം തീയതി വരെ 4 മണി വരെ നിങ്ങൾക്ക് എന്തിനുള്ള ടൈമാണ്, ഓപ്ഷൻ കൊടുക്കാനുള്ള ടൈമാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോളേജുകൾ ഫസ്റ്റ് ഹയർ ഓപ്ഷനായിട്ട് വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് 16-ാം തീയതി നിങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റിനുള്ള ഒരു അവസരമാണ്. നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാനുള്ള അവസരമുണ്ട്. അത് ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റിന് ഡേറ്റ് ചെയ്യുന്നത് 17-ാം തീയതി 5 മണി വരെയാണ്. നിങ്ങൾക്ക് എഡിറ്റൊക്കെ ചെയ്ത ശേഷം എന്ത് വരും, നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അവർ പബ്ലിഷ് ചെയ്യും. 18-ാം തീയതി നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. പിന്നെ ഫീ റെമിറ്റൻസ് ആൻഡ് ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ്, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികളുണ്ടായിരിക്കുമല്ലോ, അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരാൻ വെയിറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ടായിരിക്കും. അവർക്കൊക്കെ എന്ത് ചെയ്യാം, നമ്മളുടെ ഓപ്ഷന് റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്ത് കോളേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവർക്കുണ്ട്. 20-ാം തീയതി 5 മണി വരെയാണ് അതിനുള്ള ടൈം ഉണ്ടായിരിക്കുക. അതിനുശേഷം എന്ത് ചെയ്യും, സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത് 22-ാം തീയതിയാണ്. അതിനുശേഷം എന്തുണ്ടായിരിക്കും, നിങ്ങൾക്ക് ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, 23-ാം തീയതി മുതൽ 25-ാം തീയതി വരെ എന്ത് ചെയ്യണം, നിങ്ങൾ കോളേജിൽ റിപ്പോർട്ട് ചെയ്യണം. ഇപ്പം നിലവിലുള്ളവരുടെ ടെൻറ്റേറ്റീവ് ഷെഡ്യൂളിൽ ഇവർ ഫസ്റ്റിൻ്റെയും സെക്കൻഡ് അലോട്ട്മെൻറ്റിനെ കുറിച്ചിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത്. സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിനെ കുറിച്ചിട്ട് അവർ പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകളാണ് നമ്മളുടെ ആകെ 2 അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുള്ളൂ. അതിനുശേഷം വരുന്ന അലോട്ട്മെൻറ്റൊക്കെ സ്പോട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതിൽ സീറ്റുകളുടെ എണ്ണം കുറവായിരിക്കും. അതിലേക്ക് നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും, ഓപ്ഷന് കൊടുക്കേണ്ടി വരും. അതൊക്കെ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനലിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതിന് മുമ്പുള്ള വീഡിയോയിൽ അത് കറക്റ്റായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ GNMൻ്റെ ഇതുപോലെ ബന്ധപ്പെട്ട കോഴ്സിൻ്റെയൊക്കെ ന്യൂ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഷെയർ ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഡൗട്ട് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.